നമ്മൾ ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ നാട്ടുകാരെന്ന പ്രതിക്ക് വില്ലേജ് ഓഫീസർ അയക്കണം. ഇപ്പം നമ്മുടെ ഈ നാട്ടിൽ തന്നെ താമസിക്കുന്ന ആളാണ്. നാട്ടിൽ താമസിക്കുന്ന ആളാ. എന്തെങ്കിലും ഈ വീട് അവിടെ ഒക്കെ ആയിരുന്നു? വീട് നമ്മുടെ ഈ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ജീവനക്കാർക്ക് എന്തെങ്കിലും ഇത് വേണമെങ്കിൽ നമ്മൾ ഇവിടെ പ്രദേശവാസി ആയതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അത്യാവശ്യ സഹായങ്ങൾ വേണമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക, അത് ചെയ്തു കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വില്ലേജ് ഓഫീസർ നമ്മളെ ഏൽപ്പിച്ചതാണ്. അതായത് നമ്മൾ വീട് തിരിച്ചു വരാൻ വേണ്ടി നിങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ് മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ അവരുടെ ഗാർഡ്മാർക്കൊന്നും പരിചയമില്ലാത്ത ഏരിയകളാണ്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസർ നമ്മളെ നാട്ടുകാരൻ എന്ന നിലക്ക് നമ്മളിവിടെ ഏൽപ്പിച്ചതാണ്. ഈ സുഹൃത്തുക്കളൊക്കെ ക്യാമ്പിൽ പോയി കണ്ടിരുന്നു, അവരൊക്കെ തിരിച്ചു വരാൻ പാതിരാണ്. അവർ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. നമ്മളിവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് റിട്ടേൺ വരാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം പോകാൻ എന്നുള്ളതിലാണ് നിൽക്കുന്നത്. ശരി, എന്തായാലും ജോലി നടക്കട്ടെ. രാവിലെ ഹസൻ മുഹമ്മദ് ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ സഹായത്തോടു കൂടി അവർ ജില്ലാ ഭരണകൂടം ഇവരെ നിയോഗിച്ചിരിക്കുകയാണ്. പ്രദേശവാസികളാണ്. കാര്യം നേരത്തെ കണ്ടില്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. ആ ആൾക്കാരൊക്കെ തന്നെ അവർക്ക് ഉദ്യോഗസ്ഥർക്ക് തന്നെ വേണ്ട സഹായം നൽകാൻ വേണ്ടിയാണ് പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ തന്നെ നിയോഗിച്ചിരിക്കുന്നത്. അവർ ഈ പ്രശ്നമുണ്ടായ പ്രദേശങ്ങളൊക്കെ തന്നെ എത്തിച്ച് ഈ എന്തൊക്കെയാണ്, എവിടേക്കാണ് തിരച്ചിൽ നടത്തേണ്ടത്, എവിടേക്കാണ് വീടുകൾ ഉണ്ടായിരുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന പ്രദേശവാസികളായിട്ടുള്ള വർഷങ്ങളായി ഇവിടെ പാരമ്പര്യമുള്ള ആൾക്കാരുണ്ട്. ഹസൻ മുഹമ്മദ് അടക്കമുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ തന്നെ ഈ ജില്ലാ ഭരണകൂടം, വില്ലേജ് ഓഫീസർ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം അവരെ ഈ സുരക്ഷാ പ്രവർത്തനത്തിന് വേണ്ടി മുന്നോട്ട് വിടുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ കൂടുതൽ സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് തിരുവനന്തപുരം റീജിയനിൽ നിന്നുള്ള കൂടുതൽ സംഘമാണ് ഇന്ന് ഫയർഫോഴ്സിൻ്റെതായി എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാരെ എത്തിച്ച്, കൂടുതൽ ഉദ്യോഗസ്ഥരെ എത്തിച്ച് ശക്തമായ തിരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വലിയ രീതിയിലുള്ള നിയന്ത്രണമുണ്ട്. കാര്യം ഇന്നലെയൊക്കെ തന്നെ കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് എത്തി ഒരു ഡിസാസ്റ്റർ ടൂറിസം, അല്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആൾക്കാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുന്നു. ഇവിടേക്ക് എത്തുന്ന മാധ്യമപ്രവർത്തകർ അടക്കമുള്ള എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ നടപ്പാക്കി അവർക്ക് ഐഡൻറ്റിറ്റി കാർഡ് നൽകിയാണ് ഇവരെ മുന്നോട്ട് വിടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുഖകരമായി തിരച്ചിൽ നടത്താൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത്.